മുനമ്പത്ത് നിന്ന് കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകില്ലെന്ന് CPIM. സർക്കാർ കുടിയൊഴിപ്പിക്കലിനെതിരാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുനമ്പത്ത് താമസിക്കുന്നവരെ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ സമീപനമെന്ന് മന്ത്രി P. രാജീവും പറഞ്ഞു. മുനമ്പത്ത് വർഗീയവൽക്കരണത്തിലുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് CPIM കുറ്റപ്പെടുത്തുന്നു. ഇപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ച് പറയാണ്, ഇനി മുനമ്പല്ല, കേരളത്തിൽ എവിടെയായാലും അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. കോടതി ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഗവൺമെന്റ് പരിഹരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. വർഗീയ ധ്രുവീകരണത്തിലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖലക്ഷണം അതൊരു രാഷ്ട്രീയമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ വർഗീയത ആ നിലയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. അതാണ് ഗവൺമെന്റ് തന്നെ ആലോചിച്ചുകൊണ്ട് നികുതി പിരിക്കാം. അതോടുകൂടി സമരത്തിന്റെ അല്ല, ആ ഭൂമിയുടെ പ്രശ്നം പരിഹരിച്ചു. ആ നിലപാടിനെതിരായിട്ട്, ഗവൺമെന്റ് നിലപാടിനെതിരായിട്ട് കോടതി പോകുന്ന നിലയാണ് സ്വീകരിച്ചത്. അതാ പ്രശ്നം. ചിലർ ഇതിനകത്ത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനും വർഗീയ ധ്രുവീകരണത്തിനുമുള്ള ശ്രമം ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും പെടാതെ ആ ഭൂമിയിലുള്ള ആളുകൾ നടത്തുന്ന പ്രതിഷേധങ്ങളെല്ലാം സ്വാഭാവികമാണ്. അവർ ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറക്കി വിടരുത്, അവർക്ക് അതിൽ അവകാശം വേണം എന്നത് വളരെ ശരിയായ നിലപാടാണ്. ഇത് അങ്ങനെ രാഷ്ട്രീയമോ വർഗീയമായിട്ട് നീങ്ങേണ്ട പ്രശ്നമല്ല. അവിടെയുള്ളവരുടെ അവകാശം സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ സമീപനം. അതിൽ ഈ യോഗത്തിന്റെ ഭാഗമായി നിയമത്തിന്റെ കുരുക്കുകൾ അടിച്ച് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് സർക്കാർ ശ്രമിക്കും. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സമരം 29ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രദേശവാസികൾ തൂക്കുകയറുമായി പ്രതിഷേധിച്ചു. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഇന്ന് മുനമ്പത്തെത്തി. സമരക്കാർക്ക് പിന്തുണയുമായി തിരുവനന്തപുരം ലൂർദ് ഫറോന പള്ളിയിൽ മുനമ്പം ഐക്യദാർഢ്യ ദിനം ആചരിച്ചു. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ ഒരുമ ചേർന്നത്. വിഷ്ണു, 16-ാം തീയതി അതിനിർണായകമായ ഒരു യോഗം ചേരാനിരിക്കുന്നു. അതിന് മുന്നോടിയായുള്ള ചില നയപരമായ ചർച്ചകളൊക്കെ ഏതൊക്കെയോ കോണുകൾ കൺവെൻഷനൊക്കെ നടക്കുന്നുമുണ്ട്. ആ ചർച്ചകൾ ഇപ്പോൾ സമരം കൂടുതൽ ശക്തമാകുമ്പോഴും അവിടെ BJP നേതാക്കളൊക്കെ എത്തുമ്പോഴും ഈ സമരസമിതിക്ക് ആ ചർച്ചകളെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ സമരസമിതി കാണുന്നത്. സമരം പുരോഗമിക്കുന്നത് എങ്ങനെയാണ് വിഷ്ണു? കശ്മീർ മുഖ്യമന്ത്രി വിളിച്ച യോഗം 16-നല്ല 28-നാണ് ഉന്നതതല യോഗം ചേരുക. ആ യോഗത്തിൽ തന്നെയാണ് നിലവിൽ ഈ സമരക്കാരുടെ പ്രതീക്ഷ. യോഗത്തിൽ ഒരു തീരുമാനം, തങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. ആ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇന്ന് മത്സ്യത്തൊഴിലാളികളാണ് റിലേ നിരാഹാര സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്തത്. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളാണ് പള്ളിപ്പുറത്തെയും മുനമ്പത്തെയും മത്സ്യത്തൊഴിലാളികൾ.